നമുക്കിവിടെ എ ബി സി ഡി എന്നുള്ള 4 എക്സ്പോണന്റ് ഫോമാറ്റിൽ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് അതിനെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതിന് നമുക്ക് എ തന്നിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. എ എന്ന് പറയുന്നത് -3/4 ക്യൂബാണ്. സോ ഒരു നെഗറ്റീവ് നമ്പറിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ നമുക്കിവിടെ നെഗറ്റീവ് വരുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അത് എ മാത്രമാണ്. നെഗറ്റീവ് നമ്പേഴ്സിന്റെ സ്ക്വയർ എല്ലാം പോസിറ്റീവ് ആണ്. സോ ഏറ്റവും സ്മോളസ്റ്റ് വരിക എ ആണ്. ഇതിൽ ഒരേ ഒരു ഓപ്ഷനിൽ മാത്രമേ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് എ വരുന്നുള്ളൂ. സോ അത് ഓപ്ഷൻ സി ആണ്. ഇനി സപ്പോസ് 2 ഓപ്ഷൻസിൽ നമുക്ക് എ വന്നിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ -2/5 എന്ന് പറഞ്ഞാൽ അത് 4/5 ആണ്. സോ നമുക്കതിനെ 0.4ന്റെ സ്ക്വയർ -0.4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 0.4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. സോ സി ആണെങ്കിൽ 0.3യുടെ സ്ക്വയർ ആണ് വരുന്നത്. അതേപോലെ ഡി വരുന്നത് -1.2 സ്ക്വയർ ആണ്, അത് സെയിം ആസ് 1.2 സ്ക്വയർ ആണ്. സോ ഇവിടെ ഒരേ ഒരു നമ്പറേ 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരുന്നുള്ളൂ, അത് ഡി ആണ്. സോ നമുക്ക് അതിന്റെ സ്ക്വയറും 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരുന്നതാണ്. സോ ഏറ്റവും ഹയസ്റ്റ് വരുന്ന സ്ക്വയർ ഡിയുടെ ആണ്. ഇനി നമുക്ക് ബിയും സിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ 0.4ഉം 0.3ഉം നോക്കുക. രണ്ടും സ്ക്വയേഴ്സ് ആയതുകൊണ്ട് സൈൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 0.4 ആണ് 0.3യേക്കാൾ ഗ്രേറ്റർ. സോ 0.4ന്റെ സ്ക്വയർ ആയിരിക്കും 0.3ന്റെ സ്ക്വയറിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. സോ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ഡി, ദെൻ ബി, ദെൻ സി, ലാസ്റ്റ് വൺ എ ഓർഡറിൽ. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ.